ഹലോ ഗായ്സ്, കോഡ് മലയാളത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇമർ എന്ന് പറയുന്ന ഒരു പാക്കേജാണ്. ഇത് നമ്മളെ ഇമ്മ്യൂട്ടബിൾ ആയിട്ട് കോഡ് എഴുതാൻ സഹായിക്കുന്ന ഒരു പാക്കേജാണ്. സോ ഈ ഒരു പാക്കേജിനെ കുറിച്ച് റിഡക്സ് ട്യൂട്ടോറിയലിൻ്റെ ഇടയിൽ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, റിഡക്സ് ടൂൾ കിറ്റിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ലൈബ്രറിയാണ് ഇമർ. സോ ടൂൾ കിറ്റിലെ ചില കോഡുകൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഈ പാക്കേജ് അറിയുന്നത് നല്ലതായിരിക്കും. സോ ഇമറിനെ കൂടാതെ തന്നെ നമ്മൾ ഷാലോ ക്ലോണിങ് എന്താണ്, ഡീപ്പ് ക്ലോണിങ് എന്താണ്, സോ അത് വെച്ചിട്ട് കോമ്പണൻ്റ് എങ്ങനെ എഫിഷ്യൻ്റ് ആവുന്നത്, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ ഇതൊന്നും വേണ്ട, നേരെ ഇമർ മാത്രം മനസ്സിലാക്കിയാൽ മതി എന്നുള്ളവർക്ക് ഞാൻ ഇമറിൻ്റെ ടൈം സ്റ്റാമ്പ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അങ്ങോട്ട് നേരിട്ട് ചെല്ലാവുന്നതാണ്. ഓക്കെ. സോ ഇമ്മ്യൂട്ടബിൾ എന്ന് പറഞ്ഞ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ റിഡക്സിൻ്റെ വീഡിയോയിൽ കണ്ടു. നമ്മൾ റിഡ്യൂസർ എഴുതിയപ്പോൾ ഇങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റുകൾ. സോ അതായത് ഇവിടെ നമ്മളൊരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത് പഴയ സ്റ്റേറ്റ് കോപ്പി ചെയ്ത ശേഷമാണ് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ. സോ ഇങ്ങനത്തെ കോഡിനാണ് ഇമ്മ്യൂട്ടബിൾ കോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇമ്മ്യൂട്ടബിൾ കോഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോനകത്ത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ എന്നാലും നമുക്ക് ഒന്നുകൂടിയും പറയാം. അതായത് ഇമ്മ്യൂട്ടബിൾ കോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെങ്കിൽ നമ്മൾ ഒരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. അതായത് ഇതേപോലെ പഴയതിനകത്ത് കയറി മോഡിഫൈ ചെയ്യരുത്. ഓക്കെ. സോ എന്തിനാണ് നമ്മൾ ഇമ്മ്യൂട്ടബിളായിട്ട് കോഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ റിയാക്റ്റിൻ്റെ ഫ്രെയിം വർക്കിൽ കോഡ് ചെയ്യുമ്പോൾ ഒരു സ്റ്റേറ്റ് മാറുന്നത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ റെഫറൻസുകൾ കമ്പയർ ചെയ്തിട്ടാണ്. സോ അതായത് ഒരു വേരിയബിളിനകത്ത് ഒരു ഒബ്ജക്റ്റ് നമ്മളിങ്ങനെ എഴുതുമ്പോൾ അതെങ്ങനെ സ്റ്റോർ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വാല്യൂ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്തിട്ട് അതിനൊരു റെഫറൻസ് നമ്പർ ഉണ്ടാവും. ആ റെഫറൻസ് നമ്പർ മാത്രമായിരിക്കും ഈ വേരിയബിളിനകത്ത് ഉണ്ടാവുക. എന്നിട്ട് ഈ സ്റ്റേറ്റ് മാറിയോ എന്ന് റിയാക്റ്റ് മനസ്സിലാക്കുന്നത് ഈ റെഫറൻസ് നമ്പർ മാറിയോ എന്ന് നോക്കിയിട്ടാണ്, അല്ലാണ്ട് അതിനകത്തെ വാല്യൂ മാറിയോ എന്ന് നോക്കിയിട്ടല്ല. നമ്മളിനി ഇതിനകത്ത് വല്ല ചേഞ്ചസും ഇതേപോലെ ഇങ്ങനെ ഒബ്ജക്റ്റിൽ നേരിട്ടിട്ട് മ്യൂട്ടേറ്റ് ചെയ്ത്, സോ ഒബ്ജക്റ്റിൽ നേരിട്ട് മാറ്റിക്കഴിഞ്ഞാൽ, അതായത് ഇതിന് മ്യൂട്ടേറ്റിംഗ് എന്ന് പറയുന്നത്, ഇങ്ങനെ മ്യൂട്ടേറ്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇതിന് റെഫറൻസ് നമ്പർ മാറത്തില്ല, നേരെ മറിച്ച് ഒബ്ജക്റ്റിലെ ഈ വാല്യൂസ് മാത്രമേ മാറത്തുള്ളൂ. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിയാക്റ്റിൽ പ്രത്യേകിച്ച് സ്റ്റേറ്റിലൊക്കെ ഈ സ്റ്റേറ്റ് മാറിയോ എന്നവൻ അറിയാൻ പറ്റത്തില്ല. ഓക്കെ. സോ അതാണ് ഈ മ്യൂട്ടബിളായിട്ട് കോഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. സോ ഇത് നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിതിനൊരു പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കും. സോ അങ്ങനെ ഒബ്ജക്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പുതിയ റെഫറൻസ് നമ്പർ ഉണ്ടാവും. എന്നിട്ട് ഇതിലെ പഴയ വാല്യൂസൊക്കെ നമ്മൾ ഈ പുതിയ ഒബ്ജക്റ്റിലോട്ട് കോപ്പി ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്താണെങ്കിൽ അത് നമ്മൾ അതിന് ശേഷം ചെയ്യും. സോ അതാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഇതൊരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എന്നിട്ട് പഴയ ഒബ്ജക്റ്റിലെ എല്ലാം നമ്മൾ കോപ്പി ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിന് അടിയിൽ നമ്മൾക്ക് ഈ ഒബ്ജക്റ്റിലെ വല്ല ചേഞ്ചസും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിൽ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ പറ്റുക, നമ്മുടെ വേരിയബിളിനകത്ത് പുതിയ റെഫറൻസ് നമ്പർ ആയിരിക്കും ആ സ്റ്റേറ്റിനകത്ത് ഉണ്ടാവുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും സ്റ്റേറ്റ് മാറി എന്ന്. സോ ഇതിനെ നമ്മൾ പറയുന്നത് സ്പ്രെഡ് ഓപ്പറേറ്റർ എന്നാണ്. സോ സ്പ്രെഡ് ഓപ്പറേറ്ററിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ. സോ ഇങ്ങനെ സ്പ്രെഡ് ഓപ്പറേറ്റർ ഒക്കെ വെച്ച് കോപ്പി ചെയ്യുന്നതിന് നമ്മൾ ഷാലോ കോപ്പിംഗ് എന്നാണ് പറയുന്നത്. ഷാലോ കോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത് ഒബ്ജക്റ്റ് ആണോ കോപ്പി ചെയ്യുന്നത് ആ ഒബ്ജക്റ്റ് മാത്രമേ കോപ്പിംഗ് നടക്കത്തുള്ളൂ. അല്ലാണ്ട് അതിൻ്റെ ചൈൽഡിൻ്റെ ചൈൽഡോ അതിൻ്റെ ഒരു റെഫറൻസിനും ഒരു മാറ്റം വരത്തില്ല. ഫോർ എക്സാമ്പിൾ, സോ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എങ്കിൽ അതിന് ഇതേപോലെ ഒരു ചൈൽഡായിട്ട് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഷാലോ കോപ്പി ചെയ്യുമ്പോൾ ഈ മെയിൻ ഒബ്ജക്റ്റ് റെഫറൻസ് മാറും, പക്ഷേ ഈ ചൈൽഡ് ഒബ്ജക്റ്റിൻ്റെ റെഫറൻസൊക്കെ അതേപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ. സോ അതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കോഡ് എഴുതുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അതായത് നമ്മൾ ഇങ്ങനെ ഒരു ഡീപ്പ് നെസ്റ്റഡ് ആയിട്ടൊരു ഒബ്ജക്റ്റാണ്, അതിൽ ഈ ഒരു വാല്യൂ മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷാലോ കോപ്പി ചെയ്യണം. സോ അത് ഷാലോ കോപ്പി ചെയ്യുമ്പോൾ ഇതിൻ്റെ പാരൻറ്റ് മാറിയ സ്ഥിതിക്ക് അത് ഷാലോ കോപ്പി ചെയ്യണം, പിന്നെ അതിൻ്റെ പാരൻറ്റ് ഷാലോ കോപ്പി ചെയ്യണം, ഇതെല്ലാം നമ്മൾ ഷാലോ കോപ്പി ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഓരോ ലെവലിലും നമ്മൾ കോഡ് എഴുതേണ്ടി വരും. സോ അത് നമ്മുടെ കോഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കും. കോഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവുമെങ്കിലും അനാവശ്യമായിട്ടുള്ള ഒബ്ജക്റ്റുകളൊന്നും കോപ്പി ചെയ്യാത്തതുകൊണ്ട് ഷാലോ കോപ്പിയും കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. സോ ഇതുകൂടാതെ വേറൊരു ടൈപ്പ് കോപ്പിയും കൂടിയുണ്ട്, ഡീപ്പ് കോപ്പിങ്. സോ ഡീപ്പ് കോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ലൈബ്രറികൾ, അതായത് ലോഡാഷ് പോലെ ലൈബ്രറികൾ നമുക്ക് ഡീപ്പ് കോപ്പി ചെയ്യാനുള്ള ഫംഗ്ഷൻ തരുന്നുണ്ട്. സോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഒബ്ജക്റ്റ് എന്ത് നെസ്റ്റഡ് ഒബ്ജക്റ്റ് കൊടുത്താലും അതിൻ്റെ എല്ലാത്തിനും പുതിയ റെഫറൻസ് വെച്ചിട്ട് ഇവനൊരു പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി തരും. എന്നിട്ട് നമുക്ക് അതിലെ വാല്യൂ നമുക്ക് മ്യൂട്ടേറ്റ് ചെയ്ത് കോഡ് ചെയ്യാം. എല്ലാ റെഫറൻസും മാറിയതുകൊണ്ട് സ്റ്റേറ്റ് മാറിയെന്ന് റിഡക്ഷനും റിയാക്റ്റിനും മനസ്സിലാവുകയും ചെയ്യും, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് വർക്ക് ചെയ്യുകയും ചെയ്യും. സോ ഇതിൻ്റെ ഒരു പോരായ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പെർഫോമൻസിനെ കാര്യമായി ബാധിക്കും. കാരണം ഇത് ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റുകളും കൂടിയും കോപ്പി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഡീപ്പ് കോപ്പിംഗ് അല്ല ഇതിൻ്റെ യഥാർത്ഥ സൊല്യൂഷൻ, മറിച്ച് ഇമർ പോലുള്ള ലൈബ്രറീസ് ഉപയോഗിക്കുന്നതാണ്. സോ ഇതൊക്കെ നമുക്ക് എക്സാമ്പിൾ വഴി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ. സോ അതിന് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള നമ്മളുടെ പ്രൊജക്റ്റ് തന്നെ നമ്മൾ ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. സോ അതിനകത്ത് നമുക്കൊരു പുതിയ കോമ്പണൻ്റ് എഴുതാം. സോ ഇതിനകത്ത് നമുക്കൊരു ഫങ്ഷണൽ കോമ്പണൻ്റ് എഴുതാം. സോ എന്നിട്ട് നമുക്ക് ഇതിനകത്തൊരു സ്റ്റേറ്റ് എഴുതാം. ഓക്കെ. എന്നിട്ട് അതിനൊരു ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുക്കാം. ആ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒരു അറേയാണ്. അതിനകത്ത് 2 ഒബ്ജക്റ്റാണുള്ളത്. സോ അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 2 കീയാണുള്ളത്, നെയിം, ഹൗസ്, പിന്നെ അതിനകത്ത്
റൂംസ് ഉണ്ട്, അതൊരു അറയാണ്. എന്നിട്ട് ആ അറയ്ക്കകത്ത് ഒരു ഒബ്ജക്റ്റും കൂടി ഉണ്ട്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റ്. സെക്കൻഡ് ഒബ്ജക്റ്റ് കുറച്ചുകൂടി സിമ്പിളാണ്, അതിനകത്തൊരു കീയും വാല്യൂ ഉണ്ട്. സോ ഇതാണ് നമ്മളുടെ സ്റ്റേറ്റ്. നമ്മുടെ എക്സാമ്പിൾ മനസ്സിലാക്കാൻ നമ്മൾ അത്യാവശ്യം കോംപ്ലക്സ് നെസ്റ്റഡ് സ്റ്റേറ്റ് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് വെച്ചിട്ട് നമുക്ക് യൂസ് സ്റ്റേറ്റ് വെച്ചൊരു സ്റ്റേറ്റ് ഉണ്ടാക്കാം. അതിന് ഇൻഫോ എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഇനീഷ്യൽ സ്റ്റേറ്റ് കൊടുക്കാം. സോ ഈ ഇൻഫോനകത്ത് ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ടെസ്റ്റ് കോമ്പണൻറ്റിനകത്ത് 2 കോമ്പണൻറ്റുകളും കൂടി ഉണ്ടാക്കാം. സോ ഒന്ന് ഈ റൂം നെയിം എന്ന് പറഞ്ഞിട്ടും പിന്നെ ഒന്ന് ഈ കാർ നെയിം എന്ന് പറഞ്ഞിട്ടും. സോ അത് നമുക്ക് ഈ ടെക്സ്റ്റ് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള 2 കോമ്പണൻറ്റുകളാണ്. ഓക്കെ, സോ നമുക്ക് രണ്ടും ഉണ്ടാക്കാം. സോ ആദ്യത്തെ ഈ റൂം നെയിം എന്ന് പറഞ്ഞിട്ടുള്ളതും പിന്നെ ഒന്ന് കാർ നെയിം എന്ന് പറഞ്ഞിട്ടുള്ളതും. ഓക്കെ, സോ ഇതിനകത്ത് 2 ഇൻപുട്ട് ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് രണ്ടും ഇവിടെ ഉപയോഗിക്കാം, റൂം നെയിമും കാർ നെയിമും. ഓക്കെ, സോ ഇതിപ്പോൾ എങ്ങനെ വർക്ക് ചെയ്യണം നോക്കാം നമുക്ക്. സോ ഇതാണ് റൂം നെയിമിൻ്റെ കോമ്പണൻറ്റ്, സോ ഇതാണ് കാർ നെയിം കോമ്പണൻറ്റ്. ഓക്കെ, സോ ഇതിനകത്ത് രണ്ടിനകത്തും ഈ പറഞ്ഞ ടെക്സ്റ്റ് വരണം. ഈ ടെക്സ്റ്റ് നമുക്ക് എന്നിട്ട് ഇതിനകത്ത് നിന്ന് മോഡിഫൈ ചെയ്യാനും പറ്റണം. ഓക്കെ, സോ നമുക്ക് ഈ റൂം നെയിം എന്ന് പറഞ്ഞ കോമ്പണൻറ്റിനകത്ത് ഈ ഒരു ഒബ്ജക്റ്റ് പാസ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ കാർ നെയിം എന്ന് പറഞ്ഞ കോമ്പണൻറ്റിനകത്ത് ഈ ഒരു ഒബ്ജക്റ്റും പാസ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് ഈ റൂം നെയിമിനകത്ത് ഡാറ്റ എന്ന് പറഞ്ഞ പ്രോപ്പായിട്ട് കൊടുക്കാം. info.0.rooms. ഈ റൂംസ് എന്ന് പറഞ്ഞത് ഒരു അറയാണ്. സോ അതിനകത്തെ ഫസ്റ്റ് എലിമെൻ്റാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ റൂംസ് ഓഫ് 0. ഓക്കെ, സോ അതേപോലെ തന്നെ ഈ കാറിൻ്റെ കാറിൻ്റെ ഒബ്ജക്റ്റ് പാസ് ചെയ്യാൻ ഡാറ്റ ഈസ് ഈക്വൽ ടു info of 1. ഓക്കെ, ഇവിടെ 2 സ്ഥലത്ത് നമുക്ക് ഡാറ്റ കിട്ടും പ്രോപ്സ് ആയിട്ട്. സോ അതേപോലെ കാർ നെയിമിലും കിട്ടും. എന്നിട്ട് ഇൻപുട്ടിൻ്റെ വാല്യൂ എന്താണ്? വാല്യൂ ഈസ് ഈക്വൽ ടു ഒബ്ജക്റ്റ് ഡോട്ട് ടെക്സ്റ്റ് ആണ്, ഡാറ്റ ഡോട്ട് ടെക്സ്റ്റ്. സോ അതേപോലെ തന്നെ ഇവിടെയും. ഓക്കെ, സോ നമുക്കത് വരുന്നുണ്ടോ നോക്കാം അവിടെ. സോ രണ്ടിനകത്തും ഈ i20 എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്കിവിടെ മോഡിഫൈ ചെയ്താൽ ഇവിടെ ഒന്നും നടക്കത്തില്ല, കാരണം നേരത്തെ പറഞ്ഞത് കൺട്രോൾ കോമ്പണൻ്റ് ആണ്. സോ നമുക്ക് ഓൺ ചേഞ്ച് ചെയ്യണം. സോ ഇതൊക്കെ നമ്മൾ നേരത്തെ റിയാക്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ ചേഞ്ച് വരുമ്പോൾ, അതായത് ഈ ഇൻപുട്ടിനകത്ത് ചേഞ്ച് വരുമ്പോൾ ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യണം. അതായത് ഈ ടെക്സ്റ്റിനകത്ത്, ഈ റൂം നെയിമിൻ്റെ ടെക്സ്റ്റിനകത്ത് ഈ ചേഞ്ച് വരുമ്പോൾ നമുക്ക് ഈ ടെക്സ്റ്റാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ളത്. അതേപോലെ തന്നെ കാറിൻ്റെ നെയിമിനകത്ത് ചേഞ്ച് വരുമ്പോൾ ഈ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. സോ അങ്ങനെ ചെയ്താലാണ് നമുക്കിവിടെ അപ്ഡേറ്റ് വരത്തുള്ളൂ. ഓക്കെ, സോ അവിടെയാണ് നമ്മുടെ പ്രോബ്ലം വരുന്നത്. ഈ റൂമിൻ്റെ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അറേനകത്ത് ഒബ്ജക്റ്റിനകത്ത് അറേക്കകത്ത് ഒബ്ജക്റ്റ് വേണം അപ്ഡേറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ കാറിൻ്റെ ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ ഈ അറയ്ക്കകത്ത് ഒബ്ജക്റ്റ് വേണം അപ്ഡേറ്റ് ചെയ്യാൻ. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ഇതിനകത്ത് രണ്ടിനകത്തും ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞ പ്രോപ്സ് നമുക്ക് പാസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഈ റൂം നെയിമിൻ്റെ ഓൺ ചേഞ്ച് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ പാസ് ചെയ്ത ഫംഗ്ഷൻ വിളിക്കാം. അതേപോലെ തന്നെ കാർ നെയിമിൽ ഓൺ ചേഞ്ചിൽ. ഓക്കെ, സോ ഇവിടെ അതേപോലെ തന്നെ ഓൺ ചേഞ്ച് പാസ് ചെയ്ത് തുടങ്ങിയിട്ട് ഓൺ ചേഞ്ച് നമുക്കൊരു പുതിയ ഫംഗ്ഷൻ ഏതാണ്ട് ഓൺ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഏതാണ്, അതിൻ്റെ പേര് നമുക്ക് ഓൺ റൂം ചേഞ്ച് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ കാർ നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ ഓൺ കാർ ചേഞ്ച് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓൺ റൂം ചേഞ്ച് ചെയ്താം. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റേറ്റിൽ ഈ ടെക്സ്റ്റാണ് മാറുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഒബ്ജക്റ്റിൻ്റെ കീ വാല്യൂ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ പുതിയതായി ഉണ്ടാക്കണം. സോ ഈ ഒരു ഒബ്ജക്റ്റ് പുതിയതായി ഉണ്ടാക്കുമ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം, ഈ അറയും നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കണം. ഓക്കെ, സോ അതുപോലെ തന്നെ ഇതിൻ്റെ പാരൻ്റായിട്ടുള്ള ഈ ഒരു ഒബ്ജക്റ്റ് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കണം. ഇതിൻ്റെ പാരൻ്റായിട്ടുള്ള ഈ ഒരു അറയും നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കണം. ഈ ഒരു ഒബ്ജക്റ്റ് അതിൽ പ്രത്യേകിച്ചൊരു മാറ്റമില്ല, അത് പഴയ റെഫറൻസ് തന്നെ നമ്മൾ കോപ്പി ചെയ്താൽ മതിയാവും. ഓക്കെ, സോ ഈ ഫംഗ്ഷൻ നമ്മളുടെ റൂം നെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലെ ഇൻപുട്ട്, അതായത് ഈ ഒരു ടെക്സ്റ്റ് ബോക്സ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ കോൾ ചെയ്യും. സോ ഇത് കോൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റിലെ ഈ ഒരു വാല്യൂ ആണ് മാറ്റേണ്ടത്. സോ ഈ റൂം ചേഞ്ചിനകത്ത് നമുക്ക് ഈ സെറ്റ് ഇൻഫോ വിളിക്കാം, പുതിയ സ്റ്റേറ്റ് സെറ്റ് ചെയ്യാൻ. ഓക്കെ, സോ അതിനകത്തൊരു ഫംഗ്ഷൻ കൊടുക്കാം. അതിനകത്ത് വരുന്ന വാല്യൂ ആണ് സ്റ്റേറ്റ്. ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫോ തന്നെ ആയിരിക്കും. ഓക്കെ, ഫംഗ്ഷൻ കൊടുക്കുന്നില്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇൻഫോ മോഡിഫൈ ചെയ്താലും മതി. ഓക്കെ, എന്നിട്ട്
var ന്യൂ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു പുതിയ നമ്മളൊരു അറേ ഉണ്ടാക്കി അതിനകത്ത് നമ്മളൊരു പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. സോ അതിനകത്ത് നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. സോ ആ ഒബ്ജക്റ്റിനകത്ത് നമ്മൾ ഈ പഴയ ഒബ്ജക്റ്റിലെ ഐറ്റംസൊക്കെ നമ്മൾ കോപ്പി ചെയ്യണം. അപ്പോൾ ഇനി അതിനകത്ത് റൂംസിലാണ് ഞാൻ മാറ്റം വരുന്നത്. റൂംസ് എന്ന് പറയുന്നത് ഒരു അറേയാണ്. ആ അറയ്ക്കകത്ത് ഒരു പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കണം. ഒബ്ജക്റ്റിനകത്ത് പഴയ ഒബ്ജക്റ്റിലെ ഈ പഴയ റൂംസിലത്തെ ഈ പഴയ ഒബ്ജക്റ്റിലെ എല്ലാ വാല്യൂ നമ്മൾ കോപ്പി ചെയ്യണം. സോ ഈ ഒബ്ജക്റ്റിലെ എല്ലാ വാല്യൂ നമ്മൾ കോപ്പി ചെയ്തു. എന്നിട്ട് മോഡിഫിക്കേഷൻ വരുന്നത് ഈ ടെക്സ്റ്റിനകത്താണ്. സോ അത് നമ്മൾ താഴത്ത് കൊടുക്കണം. ഓക്കെ, ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ വരുന്ന ടെക്സ്റ്റ് ആയിരിക്കും. അത് ഈവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. സോ ഇതാണ് പുതിയ സ്റ്റേറ്റ്. സോ അത് ഈ ഫംഗ്ഷനകത്ത് നിന്ന് ആ പുതിയ സ്റ്റേറ്റാണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഈ സ്റ്റേറ്റിനകത്ത് ഇതാണ് ഫസ്റ്റ് എലമെൻറ്റ് നമ്മൾ മോഡിഫൈ ചെയ്തു. രണ്ടാമത്തെ എലമെൻറ്റ്, അതായത് ഇതിന് പ്രത്യേകിച്ച് മോഡിഫിക്കേഷൻ ഒന്നുമില്ല. സോ നമുക്ക് അതിൻ്റെ റെഫറൻസ് മാത്രം കോപ്പി ചെയ്യാം. സ്റ്റേറ്റ് ഓഫ് 1. ഓക്കെ. സോ ഇത് നമ്മൾ പല ലെവലിൽ ഷാലോ കോപ്പി ചെയ്തിരിക്കുകയാണ്. ആദ്യം ഈ ലെവലിൽ ഷാലോ കോപ്പി ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലെവലിൽ ഷാലോ കോപ്പി ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ലെവലിൽ ഷാലോ കോപ്പി ചെയ്തു, പിന്നെ ഈ ലെവലിൽ ഷാലോ കോപ്പി ചെയ്തു. അങ്ങനെ 4 ലെവലിൽ നമ്മൾ ഷാലോ കോപ്പി ചെയ്തിട്ടാണ് നമ്മൾ അച്ചീവ് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ടെക്സ്റ്റ് മാറുമ്പോഴോ ഈ ഒരു ടെക്സ്റ്റ് മാറുമ്പോഴോ ഓക്കെ. സോ അതിനപ്പോൾ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റ് മാത്രം ഷാലോ കോപ്പി ചെയ്താൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചൈൽഡ് വേറെ ഒന്നുമില്ലല്ലോ. ഓക്കെ, സോ നമുക്കതും ചെയ്യാം. കാർ ചേഞ്ചിനകത്ത് ഓക്കെ നമ്മൾ നേരത്തെ പോലെ തന്നെ സെറ്റ് ഇൻഫോ വിളിച്ചു. നമുക്കതേപോലെ തന്നെ നമുക്ക് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാം. പുതിയ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് പുതിയൊരു അറേയാണ്. അതിൽ ഫസ്റ്റ് എലമെൻറ്റിന് ഈ രണ്ടാമത്തെ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് എലമെൻറ്റിന് ഒരു മാറ്റമില്ല. സോ നമുക്ക് അതിൻ്റെ റെഫറൻസ് മാത്രം കോപ്പി ചെയ്യാം. സ്റ്റേറ്റ് ഓഫ് 0. പിന്നെ നമുക്ക് ഉണ്ടാക്കേണ്ടത് ഈ ഒരു പുതിയൊരു ഒബ്ജക്റ്റാണ്. ഓക്കെ, സോ നമ്മൾ പുതിയൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിനകത്ത് പഴയ ഒബ്ജക്റ്റ് എല്ലാം കോപ്പി ചെയ്യണു. സ്റ്റേറ്റ് ഓഫ് 1 എന്ന് പുതിയ ഒബ്ജക്റ്റ് ഉണ്ടാക്കി കോപ്പി ചെയ്തു. ഇനി ഇതിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഈവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. ഓക്കെ, ഈ പുതിയ സ്റ്റേറ്റ് റിട്ടേൺ ചെയ്തു. ഓക്കെ, ഇവിടെ സ്പെല്ലിംഗ് ഒന്ന് മാറിപ്പോയി, ഒന്ന് കറക്റ്റ് ചെയ്തു. സോ നമുക്കിത് ഇനി വർക്ക് ചെയ്യേണ്ടത് നോക്കാം. സോ ഇവിടെ അപ്ഡേറ്റ് ചെയ്തപ്പോൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്, ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റേറ്റ് നമുക്ക് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതേപോലെ തന്നെ ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർ നെയിം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാർ നെയിം അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഈ ഒരു സ്റ്റേറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ, ഈ നെസ്റ്റഡ് ആയിട്ടുള്ള ഈ സ്റ്റേറ്റുകൾ ഓക്കെ ഈ ഷാലോ കോപ്പിങ് വെച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. നമുക്കിപ്പോൾ തന്നെ നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, സോ ഇനി നമുക്ക് ഇത് തന്നെ ഒരു ഡീപ്പ് ക്ലോണിങ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. സോ ഡീപ്പ് ക്ലോണിങ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിൻ്റെ എല്ലാത്തിൻ്റെയും റെഫറൻസ് മാറും. കാരണം അവൻ ഈ ഫുൾ ഒബ്ജക്റ്റ് പുതിയ ഉണ്ടാക്കുകയാണ്. സോ അതായത് ഇതിനകത്ത് നെസ്റ്റഡ് ആയിട്ട് അറേ ആയാലും ഒബ്ജക്റ്റ് ആയാലും എല്ലാം പുതിയതുണ്ടാക്കും. ഈ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇതിൻ്റെ മൊത്തത്തിലും ഇനി ഇതിന് വല്ല ചൈൽഡ് ഉണ്ടെങ്കിൽ എല്ലാത്തിനും റെഫറൻസ് മാറും. സോ നമുക്ക് ഇതേപോലെ പെറുക്കി എടുത്തിട്ട് റെഫറൻസ് ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല, കംപ്ലീറ്റ് റെഫറൻസ് മാറും. സോ അതാണ് ഡീപ്പ് ക്ലോണിങ്. അത് നമുക്ക് ചെയ്യാം. സോ ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്റ്റേറ്റിനെ മൊത്തം ക്ലോൺ ചെയ്തിട്ട് പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കാം. ഓക്കെ, സോ നമുക്കിത് കമൻറ്റ് ചെയ്യാം. കോൺസ്റ്റ് ന്യൂ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു ഡീപ്പ് ക്ലോണിങ് ചെയ്യണമെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് വേറെ എക്സ്റ്റേണൽ ലൈബ്രറീസ് ഉപയോഗിക്കാം. ഈ ലോഡാഷ് പോലത്തുള്ള ലൈബ്രറീസ് ഉപയോഗിക്കുകയാണെങ്കിൽ സോ അതിനകത്ത് ക്ലോൺ ഡീപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷനുകൾ കാണും. ഓക്കെ, സോ അല്ലാതെ നമുക്ക് പ്ലെയിൻ ജാവാസ്ക്രിപ്റ്റിനകത്ത് ഡീപ്പ് ക്ലോൺ ചെയ്യാനുള്ള പ്രത്യേകിച്ചൊരു API ഒന്നും തരുന്നില്ല. സോ അതിന് നമുക്ക് ക്ലോസസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് JSON സ്ട്രിങ് ആയിട്ട് മാറ്റാം, എന്നിട്ട് തിരിച്ച് വീണ്ടും ഒബ്ജക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്ക് ഫസ്റ്റ് അതിനെ ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിനെ നമുക്ക് JSON ആക്കാം. ഓക്കെ, എന്നിട്ട് ആ കിട്ടിയ JSON സ്ട്രിങ്ങിനെ നമുക്ക് തിരിച്ച് വീണ്ടും ഒബ്ജക്റ്റ് തന്നെ ആക്കാം. JSON.parse വിളിച്ച് കഴിഞ്ഞാൽ അതിന് തിരിച്ച് നമുക്ക് വീണ്ടും അതിന് ഒബ്ജക്റ്റ് തന്നെ ആക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയത് കംപ്ലീറ്റ് ഡീപ്പ് ക്ലോൺ ചെയ്തിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് അതിനകത്ത് മ്യൂട്ടേറ്റ് ചെയ്ത് ചേഞ്ച് വരുത്താം.
new state of 1 dot rooms of 0 dot text is equal to event dot target dot value. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഡീപ്പ് ക്ലോൺ ചെയ്യുമ്പോൾ ചെയ്യാം. സോ അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇത്രയും വേണ്ട. അതിന് പകരം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇത് കംപ്ലീറ്റ് ക്ലോൺ ചെയ്യാം. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് നമുക്ക് മ്യൂട്ടേറ്റ് ചെയ്യാം. സോ അതായത് ന്യൂ സ്റ്റേറ്റ് ഓഫ് നേരത്തെ അവിടെ ന്യൂ സ്റ്റേറ്റ് ഓഫ് 0 ആണ്. ഓക്കെ, കാരണം 0th ഒബ്ജക്റ്റിലാണ് നമ്മൾ മാറ്റണത്. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഒബ്ജക്റ്റിലാണ് മാറ്റുന്നത്. ന്യൂ സ്റ്റേറ്റ് ഓഫ് 1 ഡോട്ട് ടെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഇവൻ ഡോട്ട് ടാർഗറ്റ് ഡോട്ട് വാല്യൂ. എന്നിട്ട് ആ പുതിയ സ്റ്റേറ്റാണ് നമ്മൾ റിട്ടേൺ ചെയ്തത്. ഓക്കെ, റൂമിനകത്തും ഇതിനകത്തും ചേഞ്ചസ് വരുന്നുണ്ട്. നമ്മുടെ ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചേഞ്ചസ് അതേപോലെ തന്നെ ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കണ്ടു വളരെ എളുപ്പമാണ് കാര്യം. പക്ഷേ ഇതിനകത്ത് സീരിയസ് ആയിട്ടുള്ള പെർഫോമൻസ് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. സോ അതെന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഇതിൽ ആദ്യത്തെ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞ ഡീപ്പ് ക്ലോണിങ് ഒരു ഒബ്ജക്റ്റിൻ്റെ എല്ലാ ചൈൽഡ് ഒബ്ജക്റ്റുകളും കോപ്പി ചെയ്യും. നമ്മൾ ചേഞ്ച് വരുത്തുന്നതാണെങ്കിലും ശരി അല്ലെങ്കിലും ശരി. സോ അത് ഷാലോ ക്ലോണിങ്ങിനെക്കാട്ടിയും പെർഫോമൻസ് കുറവാണ്. സോ അതാണ് ഒരു പ്രശ്നം. സോ രണ്ടാമത്തെ കേസ് നമ്മൾ റിയാക്റ്റിൽ തന്നെ റിയാക്ട് ഡോട്ട് മെമ്മോ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ്. സോ റിയാക്ട് ഡോട്ട് മെമ്മോ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മളിപ്പോൾ നമ്മുടെ ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ കോമ്പണൻറ്റിനകത്ത് 2 കോമ്പണൻ്റ് ഉണ്ട്. റൂം നെയിമും കാർ നെയിം എന്ന് പറഞ്ഞിട്ട് 2 കോമ്പണൻ്റ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് പ്രിൻ്റ് ഇട്ട് നോക്കാം. റൂം നെയിം, ഓക്കെ, ഇതിനകത്ത് പ്രിൻ്റ് ഇട്ട് നോക്കാം. കാർ നെയിം എന്ന് പറഞ്ഞ് പ്രിൻ്റ് ഇട്ട് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ റൂം നെയിമിൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്താലും കാർ നെയിമിൽ ടെക്സ്റ്റ് ചേഞ്ച് ചെയ്താലും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെ പാരൻ്റ് ടെസ്റ്റ് കോമ്പണൻറ്റിലെ സ്റ്റേറ്റ് ആണ്. ഓക്കെ, സോ അപ്പോൾ റിയാക്ട്ലി ഒരു കോമ്പൗണ്ടിൻ്റെ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ചൈൽഡ് എല്ലാത്തിനും റീഡണ്ടർ ചെയ്യും. സോ നമ്മളിത് ഏത് ചേഞ്ച് വരുത്തിയാലും ഈ റൂം നെയിമും കാർ നെയിമിലും ഈ ലോഗ് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്കത് എങ്ങനെ വർക്ക് ചെയ്യണം നോക്കാം. ഓക്കെ, സോ നമ്മൾ റൂം നെയിമിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ റൂം നെയിമും കാർ നെയിമും രണ്ടിലും റെൻഡർ വിളിക്കുന്നുണ്ട്. അതേപോലെ കാർ നെയിമിൽ വല്ല ചേഞ്ചും വരുത്തി കഴിഞ്ഞാൽ അതും ഈ റൂം നെയിമും കാർ നെയിമും രണ്ടിലും റെൻഡർ വിളിക്കുന്നുണ്ട്. ഓക്കെ, സോ അത് ജനറലി റിയാക്റ്റിൽ അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. ഏതൊരു പാരൻറ്റ് കോമ്പൗണ്ടിലെ സ്റ്റേറ്റ് മാറിക്കഴിഞ്ഞാൽ എല്ലാ ചൈൽഡ് കോമ്പൗണ്ടും റീറെൻഡർ ചെയ്യും. അത് ജനറലി വലിയ കുഴപ്പമൊന്നും വരുത്താറില്ല. അങ്ങനെ തന്നെയാണ് നമ്മൾ മിക്കവാറും കോഡ് ചെയ്യുന്നത്. പക്ഷേ ചില കേസുകളിൽ ചില കോമ്പണൻറ്റുകൾ ചിലപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ കുറച്ച് ഹെവി ആയി പോകും. അപ്പോൾ നമ്മൾ ഈ ഓരോ തവണ റീറെൻഡർ ചെയ്യുമ്പോൾ നമ്മളുടെ ആ പ്രൊജക്റ്റിൻ്റെ പെർഫോമൻസ് കുറയും. അപ്പോൾ അങ്ങനത്തെ ഹെവി കോമ്പണൻറ്റുകൾ നമ്മൾ എപ്പോഴും റീറെൻഡർ ചെയ്യണ്ട എന്ന് പറയും. സോ അതിനുപയോഗിക്കുന്ന ഒരു റിയാക്ട് തരുന്ന യൂട്ടിലിറ്റിയാണ് റിയാക്ട് ഡോട്ട് മെമോ. സോ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിതിലെ പ്രോപ്സ്, അതായത് ഇതിൽ പാസ് ചെയ്യുന്ന പ്രോപ്സ് ചേഞ്ച് വരുമ്പോൾ മാത്രം നമുക്ക് ഇതിൽ റെൻഡർ വിളിച്ചാൽ മതി എന്ന് പറയാം. ഓക്കെ, സോ അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് കാർ നെയിമിനെ നമുക്ക് റിയാക്ട് ഡോട്ട് മെമോ വെച്ച് മാറ്റാം. സോ ഇത് എഴുതാൻ സിമ്പിളാണ്. റിയാക്ട് ഡോട്ട് മെമോ എന്ന് എഴുതുക. എന്നിട്ട് അതിനകത്താണ് നമ്മൾ നമ്മളുടെ കോമ്പണൻറ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, സോ അതിനകത്ത് പ്രോപ്സ് ഇട്ടിട്ട് നമ്മുടെ ഈ കോമ്പണൻറ്റ് അതിനകത്ത് കൊടുത്താൽ മതി. ഓക്കെ, സോ കാർ നെയിം എന്നുള്ളത് വേണ്ട. സോ എന്നിട്ട് ഇത് റിട്ടേൺ ചെയ്ത് വരുന്നതാണ് നമ്മുടെ കാർ നെയിം എന്ന് പറഞ്ഞ കോമ്പണൻറ്റ്. ഓക്കെ, സോ റിയാക്ട് ഡോട്ട് മെമോനെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിനകത്ത് അത് കാണാം. ഓക്കെ, സോ ഇതിനകത്ത് വല്ല പ്രോപ്സിൽ വല്ല ചേഞ്ച് വരുന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ റെൻഡർ വിളിക്കത്തുള്ളൂ, ഈ കൺസോൾ ലോഗും പ്രിൻറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, സോ ഇതിനകത്ത് പ്രോപ്സ് ഏതൊക്കെയാണ്? ഡാറ്റയുണ്ട്, ഓൺ കാർ ചേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനുണ്ട്. ഓക്കെ, സോ നമ്മൾ റിയാക്ട് ഡോട്ട് മെമോ ഉപയോഗിക്കുമ്പോൾ അതിൽ പാസ് ചെയ്യുന്ന ഫംഗ്ഷനുകളൊക്കെ നമ്മൾ യൂസ് കോൾ ബാക്ക് വെച്ചിട്ട് റാപ്പ് ചെയ്യും. സോ അങ്ങനെ റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫംഗ്ഷൻ്റെ റെഫറൻസ് മാറത്തില്ല. ഓക്കെ, സോ യൂസ് കോൾ ബാക്കിനെ കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കിത് യൂസ് കോൾ ബാക്ക് വെച്ച് റാപ്പ് ചെയ്യാം. സോ അതിൻ്റെ അർത്ഥം ഓൺ കാർ ചേഞ്ച് എന്ന് പറഞ്ഞ വേരിയബിൾ ഒരു തവണ റെഫറൻസ് ഉണ്ടാകത്തുള്ളൂ, ഇത് ഇനി മാറത്തില്ല. അപ്പോൾ ഈ ഓൺ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്രോപ്സ് ഇനി മാറുകയില്ല. പിന്നെയുള്ളത് ഈ ഡാറ്റയാണ്. ഈ ഡാറ്റ എന്ന് പറയുന്നത് ഇതിലെ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് ആണ്, അതായത് ഇതാണ്. ഓക്കെ, ഇതാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ കോഡ് നമ്മുടെ വർക്ക് ചെയ്യുന്നത് നോക്കിക്കഴിഞ്ഞാൽ, സോ നമ്മൾ ഇതിൻ്റെ, അതായത് ഈ റൂം നെയിം എന്ന് പറഞ്ഞതിലത്തെ ടെക്സ്റ്റാണ് മാറ്റുന്നത്. അതായത് ഈ ഒരു ടെക്സ്റ്റാണ് നമ്മൾ ചേഞ്ച് ചെയ്യണത്. ഓക്കെ, സോ ഈ ഒരു ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഇത് മാറുന്നില്ല, ഇത് മാറാൻ പാടില്ലാത്തതാണ്. ഇത് മാറാത്തത് കൊണ്ട് ഇതിൻ്റെ റീറെൻഡർ വീണ്ടും വിളിക്കാൻ പാടില്ല. സോ അതാണ് ശരിക്കും നടക്കേണ്ടത്. പക്ഷേ നമ്മൾ ഡീപ്പ് ക്ലോണിങ് ഉപയോഗിച്ചുകൊണ്ട് എന്താ പറ്റുന്നത്, നമ്മളിവിടെ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ
റൂം നെയിമിലെ മാറ്റം വരുത്തി, പക്ഷേ കാർ നെയിമിലെ റെൻഡർ വിളിച്ചു. കാരണം എന്താണ്, നമ്മൾ ഡീപ്പ് ക്ലോണിങ് ചെയ്തുകൊണ്ട് ഈ ഇതും ഇതിൻ്റെയും പുതിയ ഒരു ഒബ്ജക്റ്റ് അവൻ ഉണ്ടാക്കി. ഓക്കെ, സോ നേരെ മറിച്ച് നമ്മൾ ഷാലോ ക്ലോണിങ്ങാണ് ചെയ്തെങ്കിലോ, ഡീപ്പ് ക്ലോണിങ്ങിൻ്റെ പകരം നമ്മൾ പഴയ പോലെ തന്നെ ഷാലോ ക്ലോണിങ്ങാണ് ചെയ്യുന്നെങ്കിലോ, ക്ലിയർ ചെയ്തു, നമ്മളിവിടെ റൂം നെയിമിൽ വലിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഈ റൂം നെയിം മാത്രമേ മാറത്തുള്ളൂ. കാരണം എന്താണ്, നമ്മൾ പാസ് ചെയ്ത ഡാറ്റ, അതായത് info1ൻ്റെ റെഫറൻസ് മാറുന്നില്ല, കാരണം നമ്മളത് ഷാലോ കോപ്പി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആക്ച്വലി ഷാലോ ക്ലോണിംഗ് ആണ്. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ട് react.memo ഉപയോഗിച്ച് എഴുതിയ കോമ്പണൻറ്റുകളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്യാതെയാവും. സോ അതിൻ്റെ സൊല്യൂഷനാണ് നമ്മളുടെ ഇമർ. സോ ഫസ്റ്റ് നമുക്ക് ഇമർ ഇൻസ്റ്റാൾ ചെയ്യാം. അത് npm വെച്ചിട്ട് തന്നെ npm install ഇമർ എന്ന് പറഞ്ഞിട്ട് നമുക്കത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ എന്നിട്ട് നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട് ജനറലി പ്രൊഡ്യൂസ് എന്നാണ് നമ്മളതിനെ ഇമ്പോർട്ട് ചെയ്യുന്ന വേരിയബിളിന് പറയുന്നത് ഇമറിനകത്ത്. സോ നമുക്ക് പ്രൊഡ്യൂസ് തന്നെ കൊടുക്കാം, എന്ത് വേണമെങ്കിലും കൊടുക്കാം, നമുക്ക് നമ്മുടെ ഇഷ്ടമാണ്, കാരണം ഇത് ഡീഫോൾട്ട് എക്സ്പോർട്ടാണ്. എന്നിട്ട് നമ്മൾ ഇവിടെ പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺസ്റ്റ് ന്യൂ സ്റ്റേറ്റ് ഈസ് ഈക്വൽ ടു പ്രൊഡ്യൂസ്, എന്നിട്ട് ഇതിനകത്ത് നമ്മൾ നമ്മുടെ പഴയ സ്റ്റേറ്റ് കൊടുക്കുക, സ്റ്റേറ്റ്, എന്നിട്ട് ഒരു ഫംഗ്ഷനാണ് അടുത്ത രണ്ടാമത്തെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, സോ ഈ പ്രൊഡ്യൂസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് എടുത്തിട്ട് ഇവൻ ഇതിൻ്റെ ഒരു കോപ്പി ഉണ്ടാക്കും. ഇതിൻ്റെ എക്സാക്ട്ലി ഒരു ഡീപ്പ് കോപ്പി ഉണ്ടാക്കണ പോലെ ഒരു കോപ്പി ഉണ്ടാക്കും. ഡീപ്പ് കോപ്പി അല്ല ആക്ച്വലി ചെയ്യുന്നത്, പക്ഷേ നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് അതൊരു ഡീപ്പ് കോപ്പിയാണെന്ന് അസ്യൂം ചെയ്യുന്നതിൽ തെറ്റില്ല. ഓക്കെ, സോ അതിനെ അവർ വിളിക്കുന്ന പേരാണ് ഡ്രാഫ്റ്റ്. ഓക്കെ, ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് കോപ്പി പോലെയാണെന്നേ ഉള്ളൂ, ഡീപ്പ് കോപ്പി അല്ല. അവൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ ഡിഫൈൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ APIs ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നതാണ് ഈ ഡ്രാഫ്റ്റ്. അതുകൊണ്ട് ഡീപ്പ് കോപ്പി ചെയ്യുന്ന ഒരു എഫിഷ്യൻസി പ്രശ്നവും ഈ ഡ്രാഫ്റ്റ് ഉണ്ടാക്കുമ്പില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഡീപ്പ് കോപ്പിയിൽ ചെയ്ത പോലെ തന്നെ ഓക്കെ, നമ്മൾ ഈ കോഡിൽ ഡ്രാഫ്റ്റ്, ആ ഡ്രാഫ്റ്റിനകത്ത് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, അതിനകത്ത് ഇവൻ ആവശ്യത്തിന് ക്ലോൺ ചെയ്ത മോഡിഫിക്കേഷൻ വരുത്തി. ഓക്കെ, അതിനുശേഷം ഈ പ്രൊഡ്യൂസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ അവൻ കോൾ ചെയ്ത് അവൻ ഇതിൻ്റെ നമ്മൾ ആവശ്യമുള്ള മോഡിഫിക്കേഷനൊക്കെ ചെയ്ത ശേഷം ഈ സ്റ്റേറ്റും ഈ പറയുന്ന ഡ്രാഫ്റ്റും അവൻ കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ മാറ്റങ്ങളെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് എവിടെയാണോ നമ്മൾ ചേഞ്ച് വരുത്തി ആ ഒരു പാർട്ടിൽ മാത്രം അവൻ ഷാലോ കോപ്പിങ് ചെയ്തിട്ട് നമുക്ക് പുതിയ സ്റ്റേറ്റ് അവൻ റിട്ടേൺ ചെയ്ത് തരും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിനകത്ത് നമ്മൾ ഈ ടെക്സ്റ്റ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ ആ പുതിയ ഡീപ്പ് ക്ലോണിങ്ങിനകത്ത്. സോ അവൻ ഇതും പുതിയതുണ്ടാക്കും, അതിൻ്റെ പാരൻ്റ് ഉണ്ടാക്കും, അതിൻ്റെ പാരൻറ്റും നമ്മൾ നേരത്തെ ഇവിടെ ഷാലോ ക്ലോണിങ്ങിൽ ചെയ്ത അതേപോലെ തന്നെ അവൻ ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ അവൻ റെഫറൻസ് തന്നെ കോപ്പി ചെയ്തിട്ട് നമുക്ക് ഒരു പുതിയ സ്റ്റേറ്റ് ഉണ്ടാക്കി തരും. സോ അതിൻ്റെ അർത്ഥം എന്താണ്, നമുക്ക് ഷാലോ ക്ലോണിങ് ഡീപ്പ് ക്ലോണിങ്ങിൻ്റെ സിൻടാക്സ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ അതുപോലെ തന്നെ നമുക്ക് മറ്റേതും അങ്ങനെ ചെയ്യാം. ഇവിടെയും ഇത് തന്നെ കോപ്പി ചെയ്യാം. സോ ഇവിടെ ഇതാണ് ചേഞ്ച് എന്ന് മാത്രം. ഓക്കെ, സോ നമുക്കിതും ഒക്കെ എടുത്ത് കളയാം. ഓക്കെ, സോ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മ്യൂട്ടേറ്റ് ചെയ്യുന്ന പോലെ തോന്നും, പക്ഷേ അത് മ്യൂട്ടേറ്റ് ചെയ്യുന്നത് ഡ്രാഫ്റ്റിനകത്താണ്. സോ അതുകൊണ്ട് നമ്മുടെ ഫൈനൽ റിസൾട്ടിനകത്ത് അത് ആക്ച്വലി മ്യൂട്ടേറ്റ് ചെയ്തിട്ടില്ല, നമുക്ക് പുതിയ ഒബ്ജക്റ്റ് തന്നെ കിട്ടുക. സോ നമുക്ക് യൂസ് മെമ്മോ ഒക്കെ കറക്റ്റായി വർക്ക് ചെയ്യേണ്ടത് നോക്കാം. റൂം നെയിം ചേഞ്ച് ചെയ്യുമ്പോൾ റൂം നെയിമിൽ മാത്രമേ പ്രിൻ്റ് വരുന്നുള്ളൂ. നമ്മൾ നേരത്തെ ഷാലോ ക്ലോണിങ് ചെയ്ത അതേപോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് നമ്മൾ നെസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റുകളൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഒരുപാട് ഉപകാരം ചെയ്യും. സോ ഇതെന്തിനാണ് നമ്മൾ റിഡക്സ് ട്യൂട്ടോറിയലിൻ്റെ ഇടയിൽ ഇമർ എന്ന് പറഞ്ഞ പാക്കേജ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന റിഡക്സ് ടൂൾ കിറ്റിനകത്ത് അവർ ഇൻറ്റേർണലി ഇമർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, സോ റിഡക്സ് ടൂൾ കിറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ റെഡ്യൂസർ ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന പോലെ ഇതേപോലെ സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഇങ്ങനത്തെ കോഡല്ല, ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള കോഡല്ല നമ്മൾ ചെയ്യുക. നേരെ മറിച്ചിട്ട് ഇതേപോലെ മ്യൂട്ടേറ്റ് ചെയ്ത് കോഡാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റിന് എപ്പോഴും ഇമ്മ്യൂട്ടബിൾ ആയിട്ട് എഴുതണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ മ്യൂട്ടേറ്റ് ചെയ്ത് എഴുതുന്നത്, നമുക്ക് കൺഫ്യൂഷൻ വരും. സോ അതൊന്നുമല്ല, ബേസിക്കലി അവൻ ഇൻറ്റേർണലി നമുക്ക് പാസ് ചെയ്ത് തരുന്നത് ഈ ഇമ്മറിൻ്റെ ഡ്രാഫ്റ്റാണ്. നമ്മൾ മ്യൂട്ടേറ്റ് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ ഇൻറ്റേർണലി അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവൻ കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്ത പോലെ തന്നെ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള ചേഞ്ചസ് വരുത്തിയിട്ട് ഫൈനൽ റിസൾട്ടായിരിക്കും സ്റ്റേറ്റ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമ്മറിൻ്റെ വീഡിയോ ഈ റിഡക്സിൻ്റെ വീഡിയോൻ്റെ ഇടയിൽ ചെയ്തത്. ഓക്കെ, സോ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ആവശ്യമുള്ള എല്ലാവരുമായിട്ട് അത് ഷെയർ ചെയ്യുക. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബായ്.